ഹായ് നമസ്കാരം. എപ്ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് വരാണ്. നമുക്കറിയാം പ്രധാനമായും 3 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആര്യാടൻ ഷൗക്കത്ത് നാളെ വിജയിക്കും. കാരണം BJPൻ്റെ വോട്ട് അല്ലെങ്കിൽ RSSൻ്റെ വോട്ട് UDF സ്ഥാനാർത്ഥിക്കായ ആര്യാടൻ ഷൗക്കത്തിനാണ് മറിച്ച് നൽകിയിട്ടെന്നുള്ളത് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ തന്നെ വെളിവാക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കെ. ചിലപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറച്ചു കുത്താനുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് ചില കാര്യങ്ങൾ എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ ഇതാണ് കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ സത്യത്തിൽ ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള ജനങ്ങളാണ് വിഡ്ഢികളാവുന്നത്. നേതാക്കന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ആശയങ്ങളെയും അവരുടെ കൺസെപ്റ്റുകളൊക്കെ മാറ്റിവെച്ച് ജയം എന്നുള്ള ഒറ്റ തീരുമാനത്തിന് വേണ്ടി ജനങ്ങളെ കഴുതകളാക്കിക്കൊണ്ട് എല്ലാ വർഗീയതവാദികളെയും വോട്ട് വാങ്ങിക്കൊണ്ടാണ് ജയിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പാർട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ജനങ്ങൾ വിഡ്ഢികൾ എന്ന് പറയാം. നമ്മൾ ഒരു പാർട്ടിൻ്റെ ആളായി മാത്രം നിന്നുകൊണ്ട് അവർക്ക് മാത്രം വാദിക്കുന്നു. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആളുകളുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു പാർട്ടിക്കാർക്ക് കൈവരെ കൊടുക്കാത്ത ആളുകളുണ്ട്. അത്രയും സ്പിരിറ്റോടെ പാർട്ടിൻ്റെ ആശയത്തെ കാണുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഈ നേതാക്കന്മാർ അവർ കെട്ടിപ്പിടുത്തമായിട്ടും അവർ വോട്ടുകൾ അങ്ങോട്ട് പരസ്പരം കൈമാറിക്കൊണ്ടും ഇവിടെ ഭരണത്തിന് വേണ്ടി ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഇങ്ങനെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നിഷ്പക്ഷരായ അല്ലെങ്കിൽ മതേതര ബോധമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അണികൾ എന്ത് ചെയ്യും എന്നാണ് എൻ്റെ ചോദ്യം. എന്തായാലും നാളെ റിസൾട്ട് വരുമ്പം ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. BJPൻ്റെ വോട്ട് UDFന് പോയിക്കൊണ്ടോ ഇല്ലേ എന്നൊക്കെ മുന്നത്തെ കണക്കുകൾ നോക്കിയാൽ നേരിയ വോട്ടിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം എന്നും ഒരാൾ BJPക്കാരനായി നിൽക്കണമെന്നില്ല. അയാൾക്ക് എന്തുണ്ടാവാം, ബോധോദയം സംബന്ധിച്ച് മറ്റു പാർട്ടികൾക്ക് വരാം. പക്ഷെ എങ്കിലും നമുക്ക് മെജോറിറ്റി ആളുകൾ മാറണം, വോട്ടിലെ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നാളെ എന്തായാലും തീർച്ചയായിട്ടും നാളത്തെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി പറയാം അല്ലേ? അതല്ലേ നല്ലത്. അപ്പോൾ ആരാണ് ജയിക്കുക എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ.